ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഈദിൻ്റെ സ്പെഷ്യൽ ഡേ ബ്ലോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ നോക്കിയാൽ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര ഹെവി ട്രാഫിക് ആയിരുന്നു. ഹെവി ഈദ് ഡേ ആണല്ലോ, അതുകൊണ്ട് തന്നെ. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാനുള്ളത് UAE-ലാണ്, ദുബായിൽ. നമ്മളിവിടെ ഒരു പാർക്കിലേക്ക് പോവുകയാണ് കേട്ടോ, ഖുറാനിക് പാർക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ സ്റ്റുഡൻസിൻ്റെ ഒരു സ്പെഷ്യൽ ബ്ലോഗ് ആക്കിയാലോ, ഇതൊക്കെയല്ലേ, നിങ്ങളും കൂടി എന്താണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, ഖുറാനിക് പാർക്കിലേക്ക് എത്തി. ഓക്കെ, ഇത് ദുബായ് കവനീജിലാണ് ഈ ഒരു പാർക്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ എത്തി നോക്കി, ഒരുപാട് കാർ പാർക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രി, ഖുറാനിക് പാർക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാർക്കിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള പ്ലാന്റ്സ്, ട്രീസും അതുപോലെയുള്ള ചെടികളും ഒക്കെ എന്താണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന പ്ലാന്റ്സ് ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, ഏത് ഭാഗം നോക്കിയാലും അതിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറിയാണ് കേട്ടോ. വിശാലമായി കിടക്കുന്ന ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ നല്ലൊരു സുന്ദരമായ കാഴ്ചയാണ്, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഓക്കെ, കണ്ടില്ലേ, വളരെ എന്താണ് എങ്ങ് നോക്കിയാൽ നല്ല പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലം. പലതരത്തിലുള്ള ഫ്ലവേഴ്സാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഓരോ പ്ലേസിലും ഉള്ള പ്ലാന്റ്സിനെ കുറിച്ച് ഇവിടെ ഈ ബോർഡ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ജിഞ്ചർ, പാം, ബ്ലാക്ക് സീ, ബേസിൽ, ലെൻറ്റിൽ, ഇതുപോലുള്ള പ്ലാന്റ്സ് ആണ് ആ ഒരു സൈഡിലുള്ളത്. അങ്ങനെ ഓരോ സൈഡിലുമുള്ള പ്ലാന്റ്സിനെ കുറിച്ചൊക്കെ ഇവിടെ നോട്ടിഫൈ ഇങ്ങനെ ബോർഡ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതുപോലെ കാണുന്ന ഗ്ലാസ് ഹൗസിനകത്ത് പലതരം പ്ലാന്റ്സ്, നേരത്തെ പറഞ്ഞ പോലെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള പലതരം പ്ലാന്റ്സിനെ ഇതിനകത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടുത്തെ ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ ഇതുപോലെ ഖുർആൻ നമുക്ക് ഓഡിയോ രൂപത്തിൽ പ്ലേ ചെയ്തതായിട്ട് കേൾക്കാൻ സാധിക്കും പല ഭാഗത്തും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ കാണുന്ന ഈ ലേക്ക്, ഇത് മോസസ് ലേക്കാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഇതിന് മോസസ് ലേക്ക് എന്ന് വെച്ചാൽ മൂസാ നബിയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഫിർഔനും കൂട്ടരും അദ്ദേഹത്തെ മൂസാ നബിയെ ഉപദ്രവിക്കാനായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വടിയെടുത്ത് സമുദ്രത്തിൽ അടിക്കാനായിട്ട് അള്ളാഹു കൽപ്പിക്കുകയും അങ്ങനെ അടിച്ചപ്പോൾ ആ സമുദ്രത്തിൻ്റെ ഇടയിലായിട്ട് ഒരു പാതയോരം തന്നെ ഉണ്ടായി. ഓക്കെ, അങ്ങനെ അതിലൂടെ മൂസാ നബി ഓടി അപ്പുറത്തേക്ക് രക്ഷപ്പെടുക. അങ്ങനെ ഫിർഔനും കൂട്ടരും വന്നപ്പോൾ അത് പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്തു. അതാണ് സ്റ്റോറി. ഓക്കെ, അപ്പോൾ അതിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മോഡലാണ് ഈ ഒരു മൂസസ് ലേക്ക്. കണ്ടോ, ഇവിടെ മിഡിലായിട്ട് നമുക്ക് നടക്കാനുള്ളൊരു വഴിയോരമുണ്ട്, രണ്ട് സൈഡിലായിട്ട് ഈ ലേക്ക് തിരിച്ചു. അപ്പോൾ നിങ്ങളിതൊന്ന് കണ്ടു നോക്കിയേ. ആ ഒരു ഫീലിലൂടെ നമ്മളിതിലൂടെ നടന്നു പോകുമ്പോൾ ഒരു എന്താണ് വല്ലാത്തൊരു ഫീലിങ്സാണ്. ഈ ലേക്കിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് നോക്കിയാൽ ആൾക്കാർ ലേക്കിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നതായിട്ട് നമുക്ക് തോന്നും അല്ലേ.
ഓക്കെ, നിങ്ങൾക്കപ്പോൾ ഇവിടെ ആയിട്ട് കാണുന്നത് മിറാക്കിൾ കേവ് ആണ് കേട്ടോ. മിറാക്കിൾ കേവ്. അപ്പോൾ ഇതിനകത്തായിട്ട് എന്താണ് ഹിസ്റ്റോറിക്കൽസ് ആയിട്ടുള്ള പല കാര്യങ്ങളും പിന്നെ ചരിത്രപരമായ സംഭവങ്ങളൊക്കെ സ്ക്രീനിൽ പ്ലേ ചെയ്തിട്ടൊക്കെ കാണാൻ സാധിക്കും. പക്ഷേ ഞങ്ങൾ അതിനകത്ത് പോയില്ല. വലിയ ക്യൂ ആയിരുന്നു കേട്ടോ. ഈദ് ഡേ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ക്യൂ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒന്നും പോയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ഈ എന്താണ് പാറപ്പുറത്തൊക്കെ കയറി പോസിന് എന്താണ് പോസൊക്കെ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവർ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പ്ലേസൊക്കെ. ഒന്നും പറയാനില്ല കേട്ടോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഈ ഖുറാനി പാർക്ക് മൊത്തം നടന്നു ആ കേവ്സും അതൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് എന്താണ് നല്ലൊരു സൺസെറ്റ് ആവാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ആ മോസസ് ലാക്കിൻ്റെ അടുത്തെത്തിയപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറിയാണ് കേട്ടോ. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ. നല്ലൊരു എന്താണ് ഒരു സീനിയർ ആയിരുന്നു. ഇത് നമ്മുടെ നാട്ടിൽ കോമണായി കാണുന്ന ഈ ഒരു തരം പുല്ലാണല്ലേ. ഇതിവിടെ നല്ല രസമായിട്ട് ഭംഗിയിൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാരിങ്ങനെ തിക്കും തിരക്കാണ്. ربك لنحشرنهم والشياطين ثم لنحضرنهم ولننزعن من كل شيعة أيهم أشد على الرحمن عتيا ثم لنحن أعلم بالذين هم أولى بها صليا. ഓക്കെ, അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു പാർക്കിൻ്റെ എന്താണ് മൊത്തം എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങൾ പുറത്തിറങ്ങാനും ടൈമായി. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞാൻ മൊത്തത്തിൽ ഒന്നും കൂടി ഒരു വീഡിയോ എടുത്തു. ഇപ്പോൾ ഞങ്ങൾ കയറുമ്പോൾ ഇത്ര ആൾക്കാരില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ എന്താണ് ഏകദേശം ഒരു ഫുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ നേരം ഇരുട്ടിയിരിക്കുന്നു. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.